Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Exam ഒക്കെ എങ്ങനെയുണ്ടായി? റിസൾട്ട് കിട്ടിയില്ലേ? റിസൾട്ട് പബ്ലിഷ് ചെയ്തില്ലേ? കിട്ടി. എങ്ങനെയുണ്ട്? മാർക്കൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്ത് പറ്റി? മാർക്ക് കിട്ടിയോ? മെയിലൊന്നും വന്നില്ലല്ലോ. റിസൾട്ട് വന്നല്ലോ. വന്നു മാം. മാർക്ക് കുഴപ്പമില്ല. ഒരു വെപ്രാളായിരുന്നു. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ വായിക്കുമ്പോ ഫസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണോണ്ടായിരിക്കും. പറഞ്ഞില്ലേ ഇപ്പൊ ക്ലാസ്സില്? നിങ്ങൾക്ക് അത്രയും സമയമല്ലേ? 1.5 മണിക്കൂറുണ്ട്. ഇപ്പൊ പതുക്കെ വായിച്ച് എഴുതിയാ മതി. അറ്റൻഡ് ചെയ്താ മതി. അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു മൈൻഡില്. ടൈം പെട്ടെന്ന് കഴിയോ, ഒരു ക്വസ്റ്റ്യൻ ഇത്ര ടൈം, അങ്ങനെ അതൊരു ഓർമ്മ വന്നില്ല. 4:30 വരെ ഉള്ളത്. ആ ഒരു വെപ്രാളം. കുഴപ്പമില്ല, മാർക്ക് എന്തെങ്കിലും കുഴപ്പമില്ല. മാർക്ക് എന്തിലാ? അതല്ല മാം, ഒരാള് പെട്ടെന്ന് ഇങ്ങനെ പറയാം, മാം കഴിഞ്ഞു, മാം സബ്മിറ്റ് ചെയ്യട്ടേന്ന് ചോദിച്ചപ്പം ഭയങ്കര വെപ്രാളമായി പോയി. അത് പറഞ്ഞില്ലേ? അത് നോക്കണ്ടേ നിങ്ങൾ? ചിലവര് പെട്ടെന്ന് വായിച്ച് ആൻസർ ചെയ്യും. എന്നിട്ട് നമുക്ക് എന്തായാലും 1.5 മണിക്കൂർ ടൈം ഉണ്ട്. അതിനുള്ളിൽ എക്സാം അറ്റൻഡ് ചെയ്ത് തീർത്താൽ മതി. ഇനി നെക്സ്റ്റ് ടൈം അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. വെപ്രാളപ്പെടേണ്ടാരും. ഇതിപ്പോ മോഡൽ എക്സാം അല്ലേ? എന്തിലാ മാർക്ക് വന്നത്? എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നല്ലോ. വാട്സപ്പ് ഗ്രൂപ്പിലാണോ? ഓക്കെ, ഞാൻ ക്ലാസ് തുടങ്ങാലോ. മിസ് 3rd മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എടുക്കുന്നത്, ഡിസ്ചാർജ് പ്രോസസ് കേട്ടോ. ഓക്കെ. നമ്മ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലെ? ഡിസ്ചാർജ് എന്താണ്? ഡിസ്ചാർജ്, ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം അവർ ആ കോഴ്സ് അല്ലെ, ആ ട്രീറ്റ്മെന്റിന്റെ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവരെന്താണ്, അവരെ കൺസൾട്ട് ചെയ്ത ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരെ വിട്ടയക്കുന്നത്, ഫോർമൽ ആയിട്ട് റിലീസ് ചെയ്യുന്നതിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് അല്ലെ? ആണോ? ആവശ്യമുള്ള ട്രീറ്റ്മെന്റിന് ശേഷം അവരെ വിട്ടയക്കുന്നതിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. നോക്കിയേ, ഫസ്റ്റ് ചാപ്റ്റർ 1 ഡിസ്ചാർജ് പ്രോസസ് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുന്നത്? A discharge from hospital is the formal release of patients from a hospital after a procedure of a course or of treatment. എന്താണ് ഒരു പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന്റെ ചികിത്സയുടെ കോഴ്സ്. ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം ഇപ്പൊ നമുക്കൊരു ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ? അപ്പൊ എത്ര ദിവസം എടുക്കും? ഒരു 3-5 ദിവസം അല്ലെ? അത് അതിന്റെ കോഴ്സിന്റെ ഡേറ്റ് അല്ലേ? 3 ദിവസം അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. അതല്ലെങ്കിൽ 5 ദിവസം, അതല്ലെങ്കിൽ 7 ദിവസമാണ് അല്ലെ? അപ്പൊ ആ ഒരു കോഴ്സ്, ആ ട്രീറ്റ്മെന്റ് ചികിത്സയുടെ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ആ പേഷ്യന്റിനെ ഫോർമലായിട്ട്, ഔദ്യോഗികമായിട്ട് വിട്ടയക്കുന്നതിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അതല്ലാണ്ട് നമുക്ക് അവിടെ നിന്ന് പറയാണ്ട് പോരാൻ പറ്റുമോ ഹോസ്പിറ്റലിൽ നിന്ന്? നമ്മുടെ ഇഷ്ടത്തിന്, സ്വന്തം ഇഷ്ടത്തിന് പോരാൻ പറ്റില്ല അല്ലെ? എന്ത് ചെയ്യണം? നമ്മുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡോക്ടറോട് പറഞ്ഞ് അനുവാദം മേടിക്കണം അല്ലെ? ഞങ്ങൾക്ക് പോണം അല്ലെ? അനുവാദം ചോദിച്ചാലേ നമുക്ക് പോരാൻ പറ്റുള്ളൂ. ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടർ എന്ത് ചെയ്യണം? അവരെ പ്രിസ്ക്രിപ്ഷൻ റെക്കോർഡിൽ എഴുതണം അല്ലെ? ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട് പേഷ്യന്റിനാന്ന്. അങ്ങനെ ഫോർമൽ ആയിട്ട് റിലീസ് ചെയ്യുന്നതിനെയാണ് discharge എന്ന് പറയുന്നത്. A discharge happens whenever a patient leaves hospital on a completion of treatment, signing out against medical advice.
transferring to another healthcare institution or on death. പല രീതിയിൽ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഡിസ്ചാർജ് വാങ്ങിപ്പോകാം. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന്റെ കംപ്ലീഷൻ കഴിയും. എന്താണ് അവർ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അവസാനിച്ചതിന് ശേഷം അല്ലെ, എന്താണ് ആ കോഴ്സ് തീർന്നതിന് ശേഷം അവരെ ഔദ്യോഗികമായി വിട്ടയക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മെഡിക്കൽ അഡ്വൈസറുടെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാണ്ട് നമ്മൾ തന്നെ ചോദിച്ച് ഡിസ്ചാർജ് വാങ്ങും അല്ലേ. ഇല്ലേ, ചിലപ്പോ എന്താണ്, ചിലപ്പോ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഫെസിലിറ്റീസിൽ നമ്മൾ തൃപ്തരല്ല, സാറ്റിസ്ഫൈഡ് അല്ല അല്ലെ. അതല്ലെങ്കിൽ നമുക്ക് എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന സർവീസ് ക്വാളിറ്റി ഇല്ല, ഗുണനിലവാരമില്ല എന്ന് തോന്നുമ്പോ നമ്മൾ ഇങ്ങനെ ചെയ്യും, നമ്മൾ തന്നെ ഡിസ്ചാർജ് വാങ്ങിപ്പോരും അല്ലെ. അതല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഫിനാൻഷ്യൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് വാങ്ങിപ്പോകാറില്ലേ, ബില്ല് സെറ്റിൽമെന്റ് ചെയ്യുന്ന ബുദ്ധിമുട്ട് വരുമ്പോ അല്ലെ. അതല്ലെങ്കിൽ വീടുകളില് ആളുകളില്ലെങ്കിൽ, നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ 1-2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നിർബന്ധിച്ച് ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോയി അല്ലെ, വീട്ടിൽ പോയിട്ട് ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് പോരാറില്ലേ. അതാണ് എന്താണ്, സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മെഡിക്കൽ അഡ്വൈസറുടെ, അതായത് മെഡിക്കൽ അഡ്വൈസിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ല, ഉപദേശപ്രകാരമല്ലാതെ എഗെയിൻസ്റ്റ് ആയിട്ട് പേഷ്യന്റ് സ്വയം റിസ്കില് ഡിസ്ചാർജ് വാങ്ങിപ്പോകുക. നെക്സ്റ്റ്, ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ്, ചിലപ്പോൾ നമുക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് വേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്പെഷ്യൽ കെയർ വേണ്ടി വരും ആ ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ. അപ്പൊ എന്താണ്, നമുക്ക് എന്തായാലും ചില സ്പെഷ്യാലിറ്റി കെയർ ആവശ്യമുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകും അല്ലെ. എന്താണ്, ചിലപ്പോ ഇവര് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലില് കാർഡിയോളജി ഇല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കാർഡിയോളജി ഡോക്ടറുള്ള ഹോസ്പിറ്റലിലേക്ക് പോകും, ഡിസ്ചാർജ് വാങ്ങിപ്പോ. അതിനെന്താണ്, ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓൺ ഡെത്ത്. അല്ലെങ്കിൽ പേഷ്യൻസിന് മരണം സംഭവിച്ചു കഴിഞ്ഞാലും എന്താണ്, ഡിസ്ചാർജ് കൊടുക്കുന്നു. എന്തൊക്കെയാണ് ഡിസ്ചാർജ്? പല രീതിയിൽ, പല കാരണം കൊണ്ട് പല രീതിയിൽ സംഭവിക്കാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത്, ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു രോഗിക്ക് നൽകുന്ന ട്രീറ്റ്മെന്റ്, ചികിത്സ കഴിഞ്ഞതിന് ശേഷം പേഷ്യൻസിനെ വിട്ടയക്കുക. രണ്ടാമത്തേത് എന്താണ്, മെഡിക്കൽ അഡ്വൈസ്. അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ ഉപദേശപ്രകാരമല്ലാതെ രോഗി സ്വയം റിസ്കില്, സ്വയം ഇതില് ഡിസ്ചാർജ് വാങ്ങുക. മൂന്നാമത്തേത് എന്താണ്, പേഷ്യൻസിന് ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഡിസ്ചാർജ് വാങ്ങിപ്പോകുക. നാലാമത്തെ പറയുന്നത്, പേഷ്യന്റിന് മരണം സംഭവിച്ചു കഴിഞ്ഞാല് ഡിസ്ചാർജ് കൊടുക്കുക. ക്ലിയർ ആയോ ഇൻട്രൊഡക്ഷൻ? ഓക്കെ, നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രൊസീജിയർ. ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രൊസീജിയർ ഏതൊക്കെ തരത്തിലുണ്ട്, ഏതൊക്കെ ടൈപ്സ് ആണ്? റുട്ടീൻ ഡിസ്ചാർജ്, ഫസ്റ്റ് വൺ റുട്ടീൻ ഡിസ്ചാർജ്. AMA ഡിസ്ചാർജ്. AMA എന്ന് പറഞ്ഞാല് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഡിസ്ചാർജ്. ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. ഫോർത്ത് വൺ, ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ എന്നുണ്ട് ഇവിടെ, ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ. അതൊന്ന് ക്ലിയർ ചെയ്തോളൂ. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും അഭയ കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയേഴ്സിലേക്കോ ഡിസ്ചാർജ് കൊടുക്കുക. ഫസ്റ്റ് വൺ നോക്കിയേ, റുട്ടീൻ ഡിസ്ചാർജ്. പ്ലാനഡ് ഡിസ്ചാർജ് ആണെങ്കിൽ അഡ്വൈസ് ഡോക്ടർ എന്നാണ്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്ലാൻ ആയിട്ടുള്ള discharge. Routine discharge is referred to as the process of patient being discharged from a hospital or healthcare facilities after getting medical treatment or care. പേഷ്യന്റിനെ കൊടുക്കുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ചികിത്സ അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന പരിചരണം അവസാനിച്ചതിന്, തീർന്നതിന് ശേഷം പേഷ്യൻസിനെ ഹോസ്പിറ്റലുകളിൽ നിന്നോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നോ വിട്ടയക്കുന്നതിനെയാണ് റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു പേഷ്യൻസിന്റെ കോഴ്സ്, ട്രീറ്റ്മെന്റിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയുമ്പോ അവരെ പറഞ്ഞയക്കുന്നത് അല്ലെ. അല്ലെ,
എന്താണ് ഒരു പേഷ്യൻസിന് അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കെയർ പരിചരണം അവസാനിച്ചതിന് ശേഷം അവരെ ഹോസ്പിറ്റലുകളിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് വിട്ടയക്കുന്നതിനെയാണ് routine discharge എന്ന് പറയുന്നത്. The healthcare team will then provide the patients with the information about their condition, medication, follow-up care, and any lifestyle changes necessary for them. നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞയക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടയക്കുമ്പോ, റൂട്ടീൻ ഡിസ്ചാർജ് തന്നു വിടുമ്പോ? നമ്മുടെ കണ്ടീഷനെ കുറിച്ച് അല്ലെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ചെക്കപ്പ് ഫോളോ അപ്പ്, അതാണ് ഫോളോ അപ്പ്. എന്താണ് നമ്മുടെ കണ്ടീഷൻ? മെഡിസിൻ ഓക്കെ, പിന്നെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അല്ലെ, ഫുഡ് ഡയറ്റ് കൺട്രോൾ അല്ലെ. അപ്പൊ അത് നോക്കിയേ, ആഫ്റ്റർ കെയർ അതൊക്കെ തന്നെയാണ്. നോക്കിയേ, about their condition, അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അവസ്ഥ എങ്ങനെയാണ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെ, അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് മെഡിക്കേഷൻ അല്ലെ, ഏതൊക്കെ മരുന്നുകൾ ഇനി കഴിക്കണം, എത്ര ദിവസം കഴിക്കണം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. നെക്സ്റ്റ് ഫോളോ അപ്പ് കെയർ അല്ലെ, ഇനി എന്താണ് ചെക്കപ്പിന് വേണ്ടി എന്താണ് വരേണ്ടത്, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണോ, 10 ദിവസം കഴിഞ്ഞിട്ട് വരണോ, അതല്ല വേറെ ഏതെങ്കിലും ഡോക്ടർ കൺസൾട്ട് ചെയ്യണോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എനി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, എന്തെങ്കിലും ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. എന്താണ് ഫുഡ് കൺട്രോൾ അല്ലെ, ഡയറ്റ് നോക്കണം, ഭക്ഷണക്രമങ്ങൾ വരുത്തേണ്ടതുണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസുകൾ പാലിക്കേണ്ടതുണ്ടെങ്കിലൊക്കെ അതിനെ കുറിച്ചൊക്കെ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് AMA ഡിസ്ചാർജ്, അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഡിസ്ചാർജ്. എന്താണ് AMA ഡിസ്ചാർജ്? ഇൻഡിക്കേറ്റ്സ്, AMA ഡിസ്ചാർജ് സൂചിപ്പിക്കുന്നത് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഡിസ്ചാർജ് എന്നാണ്. വിച്ച് ഒക്കേഴ്സ്, ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? when a patient take decision to leave a hospital or health care facilities before their treatment is complete against the advice of their health care provider. ആ പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് നൽകുന്ന ട്രീറ്റ്മെന്റ് കഴിയാതെ, കംപ്ലീറ്റ് ആകാതെ അവരവിടെ നിന്ന് പോകുന്നതിനെയാണ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത്. അതെന്താണ്? ആ മെഡിക്കൽ അവരെ ചെക്കപ്പ് ചെയ്യുന്ന ഡോക്ടറുടെ അഡ്വൈസിന് അല്ലെ, ഉപദേശത്തിന് എതിരായിട്ട് അവരെന്ത് ചെയ്യാം, സ്വന്തം ഡോക്ടറോട് ചോദിച്ച് അനുവാദം വാങ്ങിച്ച് ഡിസ്ചാർജ് വാങ്ങി പോകുന്നുണ്ട്. ക്ലിയർ ആയോ? ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവരെ കെയർ പരിചരണം അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആകാതെ പേഷ്യന്റ് സ്വന്തം റിസ്കില് ഓൺ റിസ്കില് എന്താണ് ഡോക്ടറോട് ഡിസ്ചാർജ് വാങ്ങി പോകുന്നതിനെയാണ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. AMA ഡിസ്ചാർജ് may occur for a variety of reasons. AMA ഡിസ്ചാർജ് പല കാരണം കൊണ്ട് സംഭവിക്കാം. ഇൻക്ലൂഡിങ്, ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? Easier to leave the hospital early, എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അല്ലെ. ചിലപ്പോ എന്തായിരിക്കും അതിന്റെ കാരണം? ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവര് പോകാറുണ്ട് അല്ലെ, ബില്ലടക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെ, കുറച്ചു ദിവസം കിടക്കുമ്പോ എന്ത് ചെയ്യും, ബിൽ എമൗണ്ട് കൂടൂല്ലേ? ആണോ? ആണ്. അതല്ലെങ്കിൽ എന്താണ്, വീടുകളിലെ ആളുകളില്ലെങ്കിലേ നമുക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുന്ന ആൾ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് പോകും. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡിസ്അഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. എന്താണ്? അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളിൽ അവർക്ക് വിയോജിപ്പ് തോന്നാം. എന്താണ്? അവർക്ക് ട്രീറ്റ്മെന്റ് പോരാന്ന് തോന്നാം അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഡോക്ടറുടെ സേവനം അവർക്ക് സാറ്റിസ്ഫൈ, എന്താണ് ഡോക്ടർക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ല അല്ലെ, ഡോക്ടർ പോരാന്ന് തോന്നുക, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഫെസിലിറ്റീസിൽ അവർക്ക് എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നാതിരിക്കുക അല്ലെ, അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന സർവീസുകളിൽ അവരെന്താ തൃപ്തരാവാതിരിക്കുക അല്ലെ.
വിയോജിപ്പ് തോന്നുമ്പോഴൊക്കെ എന്ത് ചെയ്യും? അവര് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോകും. പിന്നെ എന്താണ്? ഓൾ ഡിഫക്റ്റ് വിത്ത് ദ ക്വാളിറ്റി കെയർ. എന്താണ്? അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന കെയറിൽ, പരിചരണത്തിന്റെ ക്വാളിറ്റിയിൽ, അല്ലെ, എന്താണ്, ഗുണനിലവാരത്തിൽ അവർക്ക് എന്തെങ്കിലും ന്യൂനതകൾ തോന്നുകയാണെങ്കിൽ, അല്ലെ, നമുക്ക് തോന്നുമ്പോ നമ്മൾ ഡിസ്ചാർജ് വാങ്ങി പോകാറില്ലേ? നമുക്ക് തോന്നുകയാണ് എന്താണ്, അവര് ക്വാളിറ്റി ഇല്ല, അല്ലെ, അവര് വെറുതെ പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അഡ്മിറ്റ് ആക്കിയത്, അല്ലെ, സർവീസുകൾ പോരാ എന്നൊക്കെ തോന്നുമ്പോ നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോകും. അപ്പൊ മോശമായി തോന്നുന്നു. അപ്പൊ അങ്ങനെ എന്താണ്, പല റീസൺ കൊണ്ട്, പല കാരണം കൊണ്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് നടക്കാം. എന്താണ്, അവർക്ക് എന്താണ്, ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ പോരണം എന്നുള്ള ആഗ്രഹമുണ്ട്. ചിലപ്പോ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ആവാം, അങ്ങനെ എന്തെങ്കിലും ആവാം. അതല്ലെങ്കിൽ എന്താണ്, ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റുകളിൽ, ചികിത്സകളില് അവർക്ക് വിയോജിപ്പ് തോന്നാം. ഡോക്ടർ സർവീസ് പോരാ, അവിടുന്ന് ലഭിക്കുന്ന എന്താണ് സർവീസുകളിൽ എന്താണ് അവർക്കൊരു പോരായ്മ തോന്നാം, ഗുഡ് അല്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവര് ഡിസ്ചാർജ് വാങ്ങുന്നു. പിന്നെ എന്താണ്, അവിടെ നിന്ന് ലഭിക്കുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരത്തിൽ അവർക്ക് എന്തെങ്കിലും ന്യൂനതകൾ തോന്നുമ്പോഴൊക്കെ AMA ഡിസ്ചാർജ് സംഭവിക്കാം. നെക്സ്റ്റ്, AMA ഡിസ്ചാർജ് ഒരു പേഷ്യന്റ് അവരുടെ സ്വന്തം റിസ്കിൽ ഡിസ്ചാർജ് വാങ്ങി പോകുമ്പോൾ അവരവിടെ ഒരു ഫോം ഫിൽ ചെയ്ത് വാങ്ങിക്കാറുണ്ട് ഹോസ്പിറ്റലിൽ. അതിനെ പറയുന്നതാണ് AMA ഫോം അല്ലെങ്കിൽ LAMA ഫോം, ലാമ ഫോം കേട്ടോ. അപ്പൊ AMA ഫോം കണ്ടേ, AMA ഫോമിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അതെങ്ങനെയായിരിക്കും? I am leaving the hospital warrant against the medical advice. എന്താണ്, ഞാന് മെഡിക്കൽ ഉപദേശപ്രകാരമല്ലാതെ എന്താണ് അതിന് എതിരായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്യാൻ പോവുകയാണ്. ഡോക്ടർ എക്സ്പ്ലെയിൻ ടു മീ about my disease condition and ill effect of discharge medical advice. എന്താണ്, ഡോക്ടർ എനിക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് എന്റെ കണ്ടീഷനെ കുറിച്ച്, അല്ലെ, അസുഖത്തിന്റെ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് പോയാല് അത് എന്നെ എത്രത്തോളം എഫക്ട് ചെയ്യും, എന്നെ എത്രത്തോളം ബാധിക്കും എന്നതിനെ കുറിച്ച് ഡോക്ടർ എനിക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ്, ഹോസ്പിറ്റൽ ആൻഡ് സ്റ്റാഫ് will not be responsible for any ill effects that may happen after my departure. ഞാൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോയതിനു ശേഷം ഏതെങ്കിലും രീതിയിൽ എന്നെ ഈ അസുഖം ബാധിക്കുകയാണെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരികയാണെങ്കിൽ ഹോസ്പിറ്റലോ ഡോക്ടറോ അതല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫുകളോ ഉത്തരവാദികളല്ല എന്നുള്ള ഒരു ഫോമിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ കൊണ്ട് പേരെഴുതി സൈൻ ചെയ്ത് വാങ്ങിക്കുന്നുണ്ട്. ചിലപ്പോ എന്താണ്, അത്രയും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആയിരിക്കില്ല അവിടെ നിന്ന് പോകുന്നത്. ചിലപ്പോ അവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുക, അല്ലെ, മരണം സംഭവിക്കുക, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്, അല്ലെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, അപ്പൊ അങ്ങനെ പോന്നു കഴിഞ്ഞാൽ എന്താണ്, പിന്നീട് ആരെയാണ് അത് എഫക്ട് ചെയ്യുന്നത്? ആ പേഷ്യൻസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് അതാരെയാണ് എഫക്ട് ചെയ്യുന്നത്? ഹോസ്പിറ്റലിനെ, അല്ലെ, ഹോസ്പിറ്റലിനെ എഫക്ട് ചെയ്യും. അവരെ എന്താണ് കൺസൾട്ട് ചെയ്ത, അല്ലെ, ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടറിനെ എഫക്ട് ചെയ്യും, അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് AMA ഫോമില് ഈ പേഷ്യൻസിനെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങുന്നു. ക്ലിയർ ആയോ? എന്താണ്, ആ ഡോക്ടറുടെ എന്താണ് മെഡിക്കൽ അഡ്വൈസ്, മെഡിക്കൽ ഉപദേശത്തിന് എതിരായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ്. എന്താണ്, ഡോക്ടർ എന്നോട് എന്റെ ഡിസീസ് കണ്ടീഷൻ, അസുഖ വിവരത്തെ കുറിച്ചും ഈ മെഡിക്കൽ അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോയി കഴിഞ്ഞാല് ഉണ്ടാകുന്ന, അത് എന്നെ എഫക്ട് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചും ഡോക്ടർ എനിക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഞാൻ ഡിസ്ചാർജ് വാങ്ങി പോയതിനു ശേഷം എന്നെ ഈ അസുഖം ഏതെങ്കിലും രീതിയിൽ ബാധിക്കുകയാണെങ്കിൽ ഡോക്ടറോ ഹോസ്പിറ്റലോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകളോ ഉത്തരവാദികളല്ല. നെയിം ഓഫ് പേഷ്യൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ്, അതിൽ ആരെങ്കിലും പേര് എഴുതാം. റിലേഷൻ, പേഷ്യന്റ് ആണെങ്കിൽ പേഷ്യന്റിന്റെ പേര് എഴുതാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ബന്ധുക്കൾ ആരാണെങ്കിലും അവരുടെ പേര് എഴുതി റിലേഷൻ എന്താണ്, അവരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് സിഗ്നേച്ചർ, ഡേറ്റ്, ടൈം. ഓക്കെ അല്ലേ? അത് AMA ഫോം. ഓക്കെ,
നെക്സ്റ്റ് ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. എന്താണ്? വേറെ ഏതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്ക് ഇവരെ ഷിഫ്റ്റ് ചെയ്യുക, മാറ്റുക, ട്രാൻസ്ഫർ ചെയ്യുക. ഐദർ ആസ് റെഫറൽ ഓർ ആസ് ബൈ പേഷ്യന്റ് റിക്വസ്റ്റ്. ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് refers to the process of moving a patient from one hospital or health care facilities to another. എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ നിന്നോ അതല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നോ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്കോ എന്താണ് പേഷ്യൻസിന്റെ റിക്വസ്റ്റ് പ്രകാരമോ അതല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടോ എന്താണ് അവരെ മാറ്റുന്നതിനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ചിലപ്പോ നമുക്ക് നമ്മളെന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഡോക്ടർ പറയാറുണ്ട് അല്ലെ, എന്താണ് കൂടുതൽ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അല്ലെ, ഇല്ലേ? എന്താണ് കൂടുതൽ ഫെസിലിറ്റീസ് ഇവർക്ക് ആവശ്യമാണ് അല്ലെ, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തണം അല്ലെ, അല്ലെങ്കിൽ ബെറ്റർ സർവീസുകൾ ഇവർക്ക് ആവശ്യമാണ്. അപ്പൊ എന്താണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിക്വസ്റ്റ് പ്രകാരം എന്താണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് വേറെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്ക് പേഷ്യൻസിനെ മാറ്റുന്നതിനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് പറയുന്നത്. Usually for a purpose of getting specialized medical care or services that are not available at the present facilities. അവർക്ക് ഇപ്പൊ കൊടുക്കുന്ന പ്രസന്റ് ഫെസിലിറ്റി ഇപ്പൊ സൗകര്യങ്ങൾ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ എന്താണ് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ അവർക്ക് ആവശ്യമായ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് കെയർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാണ് അവരെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുക. യൂഷ്വലി ഇങ്ങനെയാണ് നടക്കുന്നത് അല്ലെ. പൊതുവെ എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എടുക്കുന്നത്? അവർക്ക് ആവശ്യമായ ബെറ്റർ കെയർ അല്ലെ, സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ ആ ഹോസ്പിറ്റലിൽ ഇല്ലാത്തപ്പോഴാണ് ഷിഫ്റ്റിംഗ് നടക്കുന്നത്. The transfer may be arranged by the healthcare provider or a hospital. ഈ ട്രാൻസ്ഫർ എമർജൻസി ട്രീറ്റ്മെന്റ്, ഈ ട്രാൻസ്ഫർ എന്താണ് ഈ ഹെൽത്ത് കെയർ ഇവരെ നോക്കുന്ന ഡോക്ടറോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെയായിട്ട് അറേഞ്ച് ചെയ്ത് തരുന്നത് അല്ലേ. ഹോസ്പിറ്റലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോ ഡോക്ടർ തന്നെയാണല്ലേ നമുക്ക് റെഫറൽ ഒക്കെ എഴുതി തരുന്നത് ഇന്ന ഹോസ്പിറ്റലിലേക്ക്. നമുക്ക് അതിന് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ അല്ലേ, ആംബുലൻസ് ഒക്കെ അവർ തന്നെയല്ലേ ലഭ്യമാക്കി തരുന്നത്, ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് ശരിയാക്കി തരും അല്ലേ. എന്താണ് ഈ ട്രാൻസ്ഫർ അറേഞ്ച് ചെയ്തു തരുന്നത് ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ തന്നെയായിരിക്കും. Where the patient is presently receiving care. ഇപ്പൊ എവിടെയാണോ അവർ കെയർ പരിചരണം അവർ സ്വീകരിക്കുന്നത് അവിടുത്തെ ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടർ ആയിരിക്കും ഇതിനുള്ള ഫെസിലിറ്റീസ് അവർക്ക് ലഭ്യമാക്കി തരുന്നത്. Or it may be requested by the patient or their family due to valid reason. എന്താണ് എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള തക്കതായിട്ടുള്ള റീസൺ കൊണ്ട് എന്താണ് പേഷ്യന്റ് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലെ നമ്മൾ ചിലപ്പോ എന്താണ് നമുക്ക് അവിടുത്തെ ട്രീറ്റ്മെന്റ് പോരാ അല്ലെ, കൂടുതൽ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ് ആ പേഷ്യൻസിന് കൊടുക്കണമെന്ന് തോന്നുമ്പോ നമ്മൾ എന്നെ കൊണ്ടുപോകാറില്ലേ നമ്മളെ റിലേറ്റീവ്സ് നമ്മുടെ ബന്ധത്തിൽ ആർക്കെങ്കിലും ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന സർവീസ് പോരാന്ന് തോന്നുമ്പോ നമ്മളെ ഡോക്ടേഴ്സിനോട് ചോദിക്കാറുണ്ട് അല്ലെ, ഇന്ന ഹോസ്പിറ്റലിലേക്ക് ഒന്ന് റെഫർ ചെയ്ത് തരോ, നിങ്ങൾ അവിടെ കൊണ്ടുപോയി കാണിക്കാം ഇല്ലേ. എന്താണ് ചിലപ്പോ പേഷ്യൻസോ അല്ലെങ്കിൽ പേഷ്യൻസ് റിലേറ്റീവ്സ് തന്നെ എന്താണ് ഇങ്ങനെയുള്ള ഷിഫ്റ്റിംഗ് ട്രാൻസ്ഫർ വാങ്ങിക്കാറുണ്ട്. എന്തെങ്കിലും വാലിഡ് റീസൺ തക്കതായിട്ടുള്ള എന്തെങ്കിലും കാരണം കൊണ്ട് എ ഫിസിഷ്യൻ റെഫറൽ ഫോം ഈസ് യൂസ്ഡ് ടു റെഫർ പേഷ്യൻസ് ടു എ സ്പെഷ്യലിസ്റ്റ് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് വൈ ട്രാൻസ്ഫർ ടു അനദർ ഹോസ്പിറ്റൽ. എന്താണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ അവരെ നോക്കുന്ന ഫിസിഷ്യൻ എന്ത് ചെയ്യുന്ന റെഫറൽ ഫോം ഫിൽ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെ, ഇല്ലേ അവര് സൈൻ ചെയ്ത് തരാറുണ്ട് അല്ലെ, ഇന്ന പേഷ്യൻസ് അല്ലെ ഇന്ന മെഡിക്കൽ കണ്ടീഷനും കൊണ്ട് അല്ലെ ഇന്ന മെഡിസിന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ പറഞ്ഞ് അവർ തരാറുണ്ട് ആ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചൊക്കെ എഴുതിയിട്ട് ഒരു റെഫറൽ ഫോം നമുക്ക് എഴുതി തരുന്നുണ്ട്. ക്ലിയർ ആയോ? ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. ഓക്കെ,
Next, discharge to hospice or palliative care. എന്താണ് പേഷ്യൻസിനെ ഹോസ്പൈസ് എന്ന് പറഞ്ഞാൽ അഭയ കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയേ. അപ്പൊ പേഷ്യൻസിന് ഏതെങ്കിലും അഭയ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർസിലൊക്കെ എന്ത് ചെയ്യാ, ഡിസ്ചാർജ് കൊടുക്കുക. ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ means the process of transferring a patient from a hospital or healthcare facilities to a specialized program or facility that provides end-of-life care for patients with a serious or terminal illness. എന്താണ് ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് എങ്ങോട്ടാണ്, ഹോസ്പൈസ് അഭയ കേന്ദ്രങ്ങളിലേക്കോ അതല്ലെങ്കിൽ എന്താണ് പാലിയേറ്റീവ്. കേൾക്കുന്നില്ല, ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്, കേൾക്കുന്നുണ്ടോ? ഓക്കെ, റിനീസ ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്ത് നോക്ക് കേട്ടാ. നെറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും ആയിരിക്കാം കേട്ടോ. ഓക്കെ, എന്താണ് പേഷ്യൻസിന്റെ എന്താണ് ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നോ പേഷ്യൻസിന് എന്താണ് ഹോസ്പൈസിലേക്കോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിലേക്കോ ഷിഫ്റ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? ഫെസിലിറ്റി ദാറ്റ് പ്രൊവൈഡ്സ് എൻഡ് ഓഫ് ലൈഫ് കെയർ ഫോർ പേഷ്യൻസ്. എന്താണ് പേഷ്യൻസിന് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് അവർക്ക് എന്താണ് ജീവിതാവസാനം വരെയും ചികിത്സ ആവശ്യമായിട്ട് വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ടെർമിനൽ ഇൽനെസ് എന്താണ് അതിതീവ്രമായ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് എന്താണ് അവർക്ക് എന്തെങ്കിലും തുടർച്ചയായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുമ്പോഴൊക്കെയാണ് നമ്മൾ അവരെ എന്താണ് ഹോസ്പൈസിലേക്കോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർസിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? പാലിയേറ്റീവ് കെയർസിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാറുണ്ടോ? ഇങ്ങനെയുള്ള പേഷ്യൻസിന് മാത്രം ഉണ്ടോ? വേറെ ഏത് പേഷ്യൻസിനൊക്കെയാണ് പാലിയേറ്റീവ് കെയറിലേക്ക് കൊണ്ടുപോകുന്നത് പറയാമോ നിങ്ങൾക്ക്? ഓൾഡ് ആയിട്ടുള്ളവരെ കൊണ്ടുപോകാറുണ്ട് അല്ലേ? അനാഥരായിട്ടുള്ള അല്ലേ, നോക്കാൻ ആളില്ലാത്തത്. അപ്പൊ അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യാം? ഹോസ്പിറ്റൽ ക്യാൻസർ പേഷ്യൻസ്, ഓർഫൻസ്. അപ്പൊ എന്താണ് ഇത് മാത്രമല്ല അല്ലെ, എന്താണ് ഇങ്ങനെയുള്ള പേഷ്യൻസിനെ എന്താണ് ചിലപ്പോ എന്താണ് ഇവർക്ക് തുടർച്ചയായി ട്രീറ്റ്മെന്റും ആവശ്യമായിട്ട് വരാം. അപ്പൊ ചിലപ്പോ എന്താണ് അവരെ സ്വന്തം വീട്ടിൽ എന്താണ് അതിനുള്ള ക്യാഷ് ഇല്ല അല്ലെ, ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ള ഒരു പാലിയേറ്റീവ് കെയറിലേക്ക് റെഫർ ചെയ്യാറില്ലേ? അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഈ തീവ്രമായ അവർക്ക് ജീവിതാവസാനം വരെയും ചികിത്സ ആവശ്യമായിട്ട് വരാം. അതല്ലെങ്കിൽ എന്താണ് അവർക്ക് എന്തെങ്കിലും അതിതീവ്രമായ ടെർമിനൽ എന്ന് പറഞ്ഞാൽ അതിതീവ്രമായ എന്തെങ്കിലും അസുഖങ്ങളുള്ളവരെയൊക്കെയാണ് ഹോസ്പൈസിലേക്ക് അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ എന്താണ് ഓർഫൻസിന് അല്ലെ, നോക്കാൻ ആളില്ലാത്ത അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്താണ് പൈസ ഇല്ല, ഫിനാൻഷ്യൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരൊക്കെ എന്താണ് ഹോസ്പൈസിലേക്ക് അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വിടുന്നുണ്ട്. ക്ലിയർ ആയോണ്ട്? നെക്സ്റ്റ് എടുത്തോട്ടെ. തിങ്സ് യു ക്യാൻ ഇംപ്ലിമെന്റ് right away to remove the obstacles in your discharge process and improve revenue. എന്താണ് നമുക്ക് ഡിസ്ചാർജ് പ്രോസസ്, ഡിസ്ചാർജ് നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒബ്സ്റ്റക്കിൾസ് തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക്
നടപ്പിലാക്കാൻ കഴിയും. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്ചാർജ് പ്രോസസ് സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം. നെക്സ്റ്റ് ഇംപ്രൂവ് റവന്യൂ, നമുക്ക് വരുമാനം ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ നമുക്ക് എഴുതി തരാണ്, നമുക്ക് ഫയല് ഇന്ന് ഡിസ്ചാർജ് ആണ്. അപ്പൊ നമുക്ക് അതിനുശേഷം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം? പ്രോസസ് ടൈം അല്ലെ, ഇപ്പൊ മിക്ക ഹോസ്പിറ്റലിലുള്ള പ്രശ്നമാണ് അല്ലെ ബില്ലിംഗ് പ്രോസസ്സിന്. എന്താണ്, നമുക്ക് ചിലപ്പോ രാവിലെ ഒരു 11 മണിക്ക് ഡോക്ടർ കൗൺസിന് വരുമ്പോ ഡിസ്ചാർജ് തന്നതായിരിക്കും. നമ്മ എപ്പോഴായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് പോവുക? ഈവനിങ് ആവും അല്ലെ, ചിലപ്പോ ഒരു 5 മണി അല്ലെങ്കിൽ 6 മണി അല്ലെങ്കിൽ 7 മണിയൊക്കെ ആവുമ്പോഴായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ എന്താണ്, എന്തുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും നമുക്ക് ബില്ലിംഗ് കിട്ടണം അല്ലെ. ഇപ്പൊ ബില്ലിംഗ് കിട്ടണം. ഇപ്പൊ ഒരു പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഫോർമാലിറ്റീസ് ഉണ്ട്, ബില്ലിംഗ് ഉണ്ട് അല്ലെ. ഇപ്പൊ ചിലപ്പോ ആ പേഷ്യൻസിന് എന്താണ് ലാബ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടാവുക അല്ലെ. ഡിസ്ചാർജ് കാർഡ് റെഡിയാക്കണം, ആ റിസൾട്ടിന്റെ ഓരോ സെക്ഷനിൽ നിന്നുള്ള അവർക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടിയാലേ അവർക്ക് ബില്ല് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ബില്ലിംഗ് പ്രൊസീജിയറിന് ഒരുപാട് ടൈം എടുക്കുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ എന്തൊക്കെ രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ആ ടൈമിങ്? ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ, അഡ്മിനിസ്ട്രേഷൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഉറപ്പാക്കേണ്ടത്? എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം അല്ലെ, എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബില്ലിംഗ് സിസ്റ്റം കൊണ്ടുവരാം അല്ലെ. കാര്യക്ഷമമായിട്ടുള്ള അല്ലെ, എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എഫിഷ്യന്റ് ആയിട്ടുള്ള ബില്ലിംഗ് സിസ്റ്റം കൊണ്ടുവരിക. നെക്സ്റ്റ് ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്, എല്ലാ സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ നമുക്ക് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ് അല്ലെ. അപ്പൊ എന്താണ്, ആ ടൈം കുറയ്ക്കാലോ. അതല്ലെങ്കിൽ എന്താണ്, അപ്പൊ നമുക്ക് പേഷ്യൻസിന്റെ ഐഡി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാബില് റിസൾട്ട് കിട്ടും അല്ലെ, വിവരങ്ങൾ കിട്ടും. അതല്ലെങ്കിൽ എന്താണ്, ഓരോ സെക്ഷനിൽ വിവരങ്ങൾ കിട്ടില്ലേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഇരുന്നു കൊണ്ട് തന്നെ അവിടുത്തെ എല്ലാവിടുത്തെ വിവരങ്ങൾ അവർക്ക് ലഭ്യമാക്കാൻ സാധിക്കില്ലേ? ആണോ? ആണ്. അല്ലെങ്കിൽ എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് ബില്ല് കൊടുക്കേണ്ടി വരും അല്ലേ. ഇപ്പൊ ലാബിൽ നിന്ന് അവിടെ നിന്ന് ഒരു സ്റ്റാഫ് കൊണ്ടുവന്ന് ബില്ല് കൊടുക്കണം, സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കണം, ഫാർമസിയിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കണം അല്ലെ. അപ്പൊ എല്ലാവരും അപ്പൊ അവരോരോ ടൈം അനുസരിച്ച് കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനൊക്കെ ടൈം എടുക്കും. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് എന്താണ്, ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സുകൾ നിർമ്മിക്കുക. അതിനുള്ള സിസ്റ്റം HIS അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പോലെയുള്ള അത് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ഡിസ്ചാർജ് പ്ലാനിങ് ഡ്യൂറിങ് അഡ്മിഷൻ, അഡ്മിഷന്റെ സമയത്ത് തന്നെ ഹോസ്പിറ്റല് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് തന്നെ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കുക, ഡിസ്ചാർജ് പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുമ്പോ നമ്മളടുത്ത് പറയാറില്ലേ, റൂമിന് അല്ലേ ഇന്ന റെന്റ് വരും എന്നൊക്കെ പറഞ്ഞു തരാറില്ലേ, ഇത്ര ദിവസം കിടക്കേണ്ടി വരും അല്ലേ, മിനിമം 3 ദിവസം. എന്തിനു വേണ്ടിയിട്ട് അവരതൊക്കെ പറഞ്ഞു തന്നെ? അല്ലെങ്കിൽ ലാസ്റ്റ് ആണ് പറയുന്നത് റൂമിന് ഇത്ര റെന്റ്. അപ്പൊ നമ്മ എന്ത് ചെയ്യാൻ, ക്യാഷ് ഒപ്പിക്കാൻ നടക്കണം അല്ലെ. പിന്നെ ബില്ലടക്കാനായിട്ട് ക്യാഷ് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ നടക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ ടൈം എടുക്കില്ലേ? ആണോ? ഫിനാൻഷ്യൽ പ്രോബ്ലം ഇല്ലാണ്ടിരിക്കാൻ, അതല്ലെങ്കിൽ ഓരോ കാര്യങ്ങളെ കുറിച്ചും ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുമ്പോ തന്നെ ഡിസ്ചാർജ് പ്ലാനിങ്ങിന്റെ പ്രൊസീജിയറെ കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ എന്താവാ അല്ലെ, എന്താണ് അവർ ക്യാഷ്ലെസ് പേയ്മെന്റുകളായിരിക്കാം നടത്തേണ്ടത് അല്ലെ, ഇൻഷുറൻസ് ക്ലെയിം. അപ്പൊ അവരെന്ത് ചെയ്യാ, ഡിസ്ചാർജിന് മുമ്പ് അതിന്റെ പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കണം അല്ലെ, വേണ്ടേ? അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ്, അഡ്മിഷൻ ആക്കുന്ന സമയത്ത് തന്നെ ഡിസ്ചാർജ് പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ, എന്താണ് പരിചരണത്തിന്റെ കോർഡിനേഷൻ, ഏകോപനം
ഇംപ്രൂവ് ചെയ്യുക, വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാല് നമുക്ക് പല സ്ഥലത്ത് നിന്നുള്ള റിസൾട്ട് വേണ്ടേ? ഒരു ഡിസ്ചാർജ് സമ്മറി, ഒരു പേഷ്യന്റിന്റെ ഡിസ്ചാർജ് സമ്മറി എടുത്തു കഴിഞ്ഞാൽ അത് എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡിസ്ചാർജ് സമ്മറി ആരെങ്കിലും? നമ്മുടെ റിസൾട്ടുകൾ ഉണ്ടാവില്ലേ അതില്? ഉണ്ടാവില്ലേ? റിസൾട്ടുകൾ ഉണ്ടാവും. ലാബ് റിപ്പോർട്ട്സുകൾ ഉണ്ടാവും. പിന്നെ എന്താണ്? ഡയഗ്നോസിസ് എന്തായിരിക്കും അല്ലെ? എന്ത് അസുഖമായിട്ടാണ് അല്ലെ അവരെ ഇൻവെസ്റ്റിഗേഷൻ, എന്തൊക്കെയാണ് കണ്ടെത്തിയത് അല്ലെ? മെഡിസിൻ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഇവർക്ക് അറിയണ്ടേ? ഡിസ്ചാർജ് സമ്മറി, ഒരു ഡിസ്ചാർജ് സമ്മറി പൂർത്തിയാക്കണം. അതല്ലെങ്കിൽ അവരെ ബില്ല് സെറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇതൊക്കെ അറിയണം അല്ലെ? ഈ വിവരങ്ങളൊക്കെ അറിയണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്? കെയർ കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യുക, വർദ്ധിപ്പിക്കുക. ക്ലിയർ ആയത്? ഓക്കെ. ബെറ്റർ ബെഡ് മാനേജ്മെന്റ്, നല്ല രീതിയിലുള്ള ബെഡ് മാനേജ്മെന്റ്. ഒരു പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ആ ബെഡില് പുതിയൊരാളെ അഡ്മിറ്റ് ആക്കിയാല് ശരിയാവോ? ഇല്ല. അപ്പൊ എന്താണ്? നല്ല രീതിയിലുള്ള ഒരു ബെഡ് മാനേജ്മെന്റ്. അപ്പൊ അവരെന്ത് ചെയ്യാ? ഡിസ്ചാർജ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് ഒരു ബുദ്ധിമുട്ടാണ് ഇതല്ലേ അല്ലേ? അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിലുള്ള ഒരു ബെഡ് മാനേജ്മെന്റ്. ensure discharge medication reaches the ward as soon as എന്ന് വെച്ചാല് എന്താണ്? as soon as possible. നമുക്ക് ഡിസ്ചാർജ് മെഡിക്കേഷൻസ് എന്താണ്? എത്രയും പെട്ടെന്ന് തന്നെ വാർഡുകളിൽ ലഭ്യമാക്കുക. നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് ബില്ലൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ എന്താണ്? നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പുതിയ മെഡിസിൻ ഒക്കെ ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ പഴയ അവിടെ ഉപയോഗിച്ച മെഡിസിൻ ഒക്കെ മാറ്റി പുതിയ മെഡിസിൻസ് എഴുതി തന്നിട്ടുണ്ടാവും. അപ്പൊ ആ ഡിസ്ചാർജ് സമയത്ത് എഴുതി തരുന്ന മെഡിസിൻ കിട്ടാൻ നമ്മൾ പിന്നെയും വീണ്ടും നേരെ അവിടെ ഇരിക്കുക, വെയിറ്റ് ചെയ്യേണ്ടി വരാം. അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ? ഫാർമസിയിലോ അല്ലെങ്കിൽ റൂമിൽ തന്നെ വെയിറ്റ് ചെയ്യാം. വാർഡുകളില് ഡിസ്ചാർജ് ബില്ലൊക്കെ സെറ്റിൽ ചെയ്തതിന് ശേഷം മരുന്നുകൾ കിട്ടാനായിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒന്നും ഇല്ലാണ്ട് എത്രയും പെട്ടെന്ന് as soon as possible, എത്രയും പെട്ടെന്ന് അവർക്ക് ലഭ്യമാക്കാൻ പറ്റുന്നുവോ അത്രയും വേഗം അവർക്ക് മരുന്നുകൾ, മെഡിക്കേഷൻസ് നൽകുക. ക്ലിയർ ആയത്? ഓക്കെ. നെക്സ്റ്റ്, പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ് സമയത്തുള്ള പോളിസികളും പ്രൊസീജിയറും എന്താണ്? ഫസ്റ്റ് വൺ, പർപ്പസ്. ഡിസ്ചാർജ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ടു പ്രൊവൈഡ് ഗൈഡ്ലൈൻസ് ഫോർ ദി ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യൻസ് ഫ്രം ഹോസ്പിറ്റൽ. എന്താണ്? പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന സമയത്ത് എന്താണ്? ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് അവർക്ക് ഗൈഡ് ലൈൻ കൊടുക്കുക അല്ലെ? മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ അല്ലേ? അല്ലെ? അവരെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് അല്ലെ? അവർക്ക് കഴിക്കേണ്ട മരുന്നുകളെ കുറിച്ച് അല്ലെ? അവർക്ക് എന്താണ്? ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകളെ കുറിച്ച് അല്ലെ? അവരുടെ ഫോളോ അപ്പുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനല്ലേ? ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് എന്താണ്? അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി ആ ഫുഡ്. നെക്സ്റ്റ്, പോളിസികൾ എന്തൊക്കെയാണ്? ഡിസ്ചാർജ് പ്രൊസീജിയർ ഷാൽ ബി ഫോളോഡ് ടു മേക്ക് ഷുവർ ദാറ്റ് പേഷ്യൻസ് ആർ ഡിസ്ചാർജ്ഡ് effectively and efficiently, allowing the most favorable resources. എന്താണ്? ഹോസ്പിറ്റലിലുള്ള എന്താണ്? റിസോഴ്സുകൾ, വിഭവങ്ങൾ വെച്ചുകൊണ്ട് എന്താണ്? രോഗികളെ ഫലപ്രദവും കാര്യക്ഷമവുമായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുക അല്ലെ? അവർക്ക് വേഗം മെഡിസിനുകൾ കൊടുക്കുക അല്ലെ? ഡിസ്ചാർജ് മെഡിക്കേഷൻസ് വേഗം കൊടുക്കുക. അവരെ ബില്ലിംഗ് സിസ്റ്റം അല്ലെ? ബില്ലിംഗ് വേഗം കറക്റ്റ് ആക്കി കൊടുക്കുക. അപ്പൊ എന്താണ്? അവരെന്താണ്? അവിടെയുള്ള വിഭവങ്ങൾ വെച്ചുകൊണ്ട് എന്താണ്? പേഷ്യൻസിനെ ഫലപ്രദവും കാര്യക്ഷമമായി ഡിസ്ചാർജ് ചെയ്തു എന്ന് ഉറപ്പാക്കുക. നെക്സ്റ്റ്, an authorized hospital discharge shall only be made by an order from the primary consultant. എപ്പോഴാണ് നമുക്ക് ഡിസ്ചാർജ് വരുന്നത്? റുട്ടീൻ ഡിസ്ചാർജ് നടക്കുന്നത് എപ്പോഴാണ്? അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശിക്കുമ്പോഴല്ലേ? ഓർഡർ കൊടുക്കുമ്പോഴല്ലേ? അല്ലേ?
എന്താണ് ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ, ഒരു ഓതറൈസ്ഡ് ഹോസ്പിറ്റലുകളില് എന്താണ് ഡിസ്ചാർജ് നടക്കുന്നത് എപ്പോഴാണ്? ആ പേഷ്യൻസ് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഓർഡറിലായിരിക്കും. However, a patient may discharge himself or herself against medical advice. എന്നിരുന്നാലും ചില സമയത്ത് എങ്ങനെ സംഭവിക്കാം? ആ പേഷ്യൻസിന്റെ ഓൺ റിസ്കിൽ അല്ലെ മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ടും ഡിസ്ചാർജ് വാങ്ങിപ്പോകാറുണ്ട്. AMA ഡിസ്ചാർജും നടക്കാം അല്ലെ. എന്നിരുന്നാലും ചില സമയത്ത് AMA ഡിസ്ചാർജും നടക്കാം. നെക്സ്റ്റ് ക്ലിയർ ആയോ? അത് ഒരു ഓതറൈസ്ഡ് ഹോസ്പിറ്റലില്, ഒരു അംഗീകൃത ഹോസ്പിറ്റലില് ഡിസ്ചാർജ് നടക്കുന്നത് ആ പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യുന്ന പ്രൈമറി കൺസൾട്ടന്റോ ഏത് ഡോക്ടറാണോ ആളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും. എന്നിരുന്നാലും ചില സമയത്ത് AMA ഡിസ്ചാർജ്, അതായത് പേഷ്യൻസിന്റെ സ്വന്തം റിസ്കിലും ഡിസ്ചാർജ് വാങ്ങി പോവാം. ക്ലിയർ ആയോ? Next, the consultant or his designee shall document discharge instructions in the patient's medical record at the time of anticipated discharge. എന്താണ് പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ പേഷ്യൻസിന്റെ റെക്കോർഡിൽ എന്ത് എഴുതുന്നുണ്ട്? ഡിസ്ചാർജിന്റെ ഇൻസ്ട്രക്ഷൻസ് അല്ലെ, നിർദ്ദേശങ്ങൾ എഴുതുന്നുണ്ട്. അതാരാണ് എഴുതുന്നത്? ഒന്നില്ലെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ, അല്ലെങ്കിൽ ഹിസ് ഡെസിഗ്നി, ആരെയാണ് ഈ ഡോക്ടറുടെ ഡെസിഗ്നി. ചിലപ്പോ ആരാവാം? ജൂനിയർ ഡോക്ടേഴ്സ് ആവാം അല്ലെ. അതല്ലെങ്കിൽ അപ്പൊ ആരാണ്? ചിലപ്പോ ഡോക്ടർമാരാലോ. അപ്പൊ ആരാണോ ഉള്ളത് അല്ലെ, ഡ്യൂട്ടി ഡോക്ടറുകൾ ഉണ്ടാവാനോ ചില സമയത്ത്. എന്താണ്? അപ്പൊ ആരാണോ ഡോക്ടർ ആയിട്ടുള്ളത് അവരും ഇൻസ്ട്രക്ഷൻസ് ഈ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡിൽ ഡിസ്ചാർജ് ഇൻസ്ട്രക്ഷൻസ് എഴുതാം. ക്ലിയർ ആയോ? കൺസൾട്ടന്റോ അതല്ലെങ്കിൽ അയാൾ പറയുന്ന ഒന്നില്ലെങ്കിൽ ആരായിരിക്കാം? ജൂനിയർ ഡോക്ടേഴ്സ് ആയി, ഡോക്ടറിന്റെ തന്നെ ജൂനിയർ ഡോക്ടേഴ്സ് ആയിരിക്കാം. അതല്ലെങ്കിൽ അവർക്ക് ഹൗസ് സർജൻസി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലേ, ഈ ഡോക്ടറുടെ അണ്ടറിൽ അവരായിരിക്കാം. അല്ലെങ്കിൽ ഡ്യൂട്ടി ഡോക്ടേഴ്സോ എന്താണ് ഈ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡിൽ ഡിസ്ചാർജ് ഇൻസ്ട്രക്ഷൻസ്, ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്യണം, ഇവര് ഏതൊക്കെ മെഡിക്കേഷൻസ് കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ എഴുതുന്നു. Next, a discharge summary shall be prepared and all the patients are provided with a discharge summary at the time of discharge. എന്താണ് പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന്റെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുന്നുണ്ട്. ആ പേഷ്യൻസ് അവിടെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് അവർക്ക് ഡിസ്ചാർജ് സമ്മറി നൽകാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡിസ്ചാർജ് സമ്മറി നോക്കിയിട്ടുണ്ടായിരുന്നോ? നമുക്ക് തരാറുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോരുമ്പോ നമുക്ക് തരാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും? ആ ഫയലിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കാം? നമ്മൾ അഡ്മിറ്റ് ആക്കിയ ഡേറ്റ് എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലെ, എന്ത് അസുഖം കൊണ്ടാണ് അഡ്മിറ്റ് ആക്കിയത് എഴുതിയിട്ടുണ്ടാകും. പിന്നെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. ആ ഡോക്ടർ നെയിം ഉണ്ടായിരിക്കും അല്ലെ. എന്തൊക്കെ പ്രൊസീജിയർ നമുക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ റിസൾട്ടുകൾ ഉണ്ടായിരുന്നു. അവരെ കണ്ടെത്തലുകൾ എന്താണ് അല്ലെ, ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് എന്താണ്, ആ ഡിസ്ചാർജ് ചെയ്ത് പോരുന്ന സമയത്ത് ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ എന്താണ് അല്ലെ. അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിന് എന്ത് മെഡിസിൻ ആണ് ആദ്യം കൊടുക്കേണ്ടത് അതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലെ. ഹെൽത്ത് കണ്ടീഷൻ അല്ലെ. ഡിസ്ചാർജ് സമ്മറി പേഷ്യൻസിന് നൽകും. ഡിസ്ചാർജ് ചെയ്ത് പോരുന്ന സമയത്ത് അറ്റ് ദ ടൈം, ആ പോരുന്ന സമയത്ത് അവർക്ക് എന്താണ് ഡിസ്ചാർജ് സമ്മറി നൽകുന്നു. The ward sister shall be the responsible person to ensure the compliance with this policy like billing, duration to finish of discharge process etc. നമുക്ക് ഡിസ്ചാർജ് പ്രോസസ്സിനെ കുറിച്ചുള്ള ആ ഡ്യൂറേഷൻ, എത്ര സമയം എടുക്കും, ബില്ല് സെറ്റിൽമെന്റ് എവിടെയാണ് ചെയ്യേണ്ടത് അല്ലെ, അതൊക്കെ പറഞ്ഞു തരുന്നത് ആരാ? ഡോക്ടർ പറഞ്ഞു തരുമോ? ഡോക്ടർ ജസ്റ്റ് നമ്മുടെ മെഡിക്കൽ റെക്കോർഡിൽ എഴുതൂ അല്ലെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെന്ന്. ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ പറഞ്ഞു തരുന്നത് ആരാ?
ബില്ല് സെറ്റിലായിട്ട് നഴ്സ്. അപ്പൊ എന്താണ് വാർഡ് സിസ്റ്റർ ആയിരിക്കും. ബാക്കിയുള്ള നമുക്ക് ബില്ലിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു തരാനും എന്താണ് ഫിനിഷ് ആ ഡിസ്ചാർജ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവാനായിട്ട് എത്ര സമയം എടുക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് വാർഡ് സിസ്റ്ററുടെ ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. The discharge summary shall contain all patients details. നമ്മ പറഞ്ഞ പോലെ ഡിസ്ചാർജ് സമ്മറിയിൽ പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. അവരെ എന്നാണ് അഡ്മിറ്റ് ആക്കിയത് എന്ന് മുതല് ആ ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. In case of death, the discharge summary must include the cause of death. And in case ആ പേഷ്യൻസ് അഡ്മിറ്റ് ആക്കിയതിനു ശേഷം ആ പേഷ്യൻസിന്റെ മരണം സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ കാരണം, ഡെത്ത് സംഭവിക്കാനുണ്ടായ കാരണം എന്താണ് ഇന്ന് മുതൽ ആ ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. The nurse shall be responsible for completing the discharge checklist and explain the discharge summary to the patient or family. Understanding shall be recorded in documents on the discharge checklist by getting signed by the patient or family. പേഷ്യൻസിന്റെ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റില് എന്താണ് അതിനെ കുറിച്ച് നേഴ്സ് ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയും പിന്നെ എന്താണ് ഡിസ്ചാർജ് സമ്മറിയെ കുറിച്ച് പേഷ്യൻസിനോ അതല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഫാമിലിക്കോ പറഞ്ഞു കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ എന്താണ് അത് റെക്കോർഡഡ് ഇൻ ഡോക്യുമെന്റ്സ് ഓൺ ദ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് ബൈ ഗെറ്റിംഗ് സൈൻഡ് ബൈ ദി പേഷ്യൻസ്. പേഷ്യൻസിന്റെ ഫാമിലിയെ കൊണ്ടോ അല്ലെങ്കിൽ പേഷ്യൻസിനെ കൊണ്ടോ തന്നെ എന്താണ് ചെക്ക് ലിസ്റ്റില് ഈ നഴ്സ് ഒപ്പിട്ട് മേടിച്ചിട്ട് അതെന്താണ് അവരെ മെഡിക്കൽ റെക്കോർഡുകളില് സൂക്ഷിക്കുന്നു. ക്ലിയർ ആയോ? ചെക്ക് ലിസ്റ്റ്, ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് നഴ്സ് തയ്യാറാക്കുകയും ഡിസ്ചാർജ് സമ്മറിയിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് പേഷ്യൻസിനോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് പറഞ്ഞു കൊടുക്കുകയും ചെക്ക് ലിസ്റ്റില് അവരെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, patient who requests discharge against medical advice shall be explain the risk and informed consent policy. എന്താണ് പേഷ്യൻസ് AMA ഡിസ്ചാർജ് ആണ് വാങ്ങുന്നത്. മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് അവര് തന്നെ ഡിസ്ചാർജ് വാങ്ങി പോകുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലേ? പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുകയും അതിനുള്ള കൺസേൺ പോളിസി എന്താണ് ഇപ്പൊ നമ്മ പറഞ്ഞു AMA ഡിസ്ചാർജ് അല്ലെങ്കിൽ LAMA ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഫോം സൈൻ ചെയ്തൊക്കെ കൊടുക്കണം അല്ലെ? അവരെ സ്വന്തം റിസ്കിലാണ് പോകുന്നത് എന്ന് അറിയിക്കാൻ ഫോം സൈൻ ചെയ്തൊക്കെ വേണണ്ടേ? അപ്പൊ അതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പേഷ്യൻസിന് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കുന്നു. Patients who request discharge പറയാട്ടാ, ഡിസ്ചാർജ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്താണ്? പേഷ്യൻസ് മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ടാണ് ഡിസ്ചാർജ് വാങ്ങി പോകുന്നതെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് അവരെ എക്സ്പ്ലെയിൻ ചെയ്യുക, വിശദീകരിച്ചു കൊടുക്കുക. കൂടാതെ അതിനുള്ള കൺസേൺ പോളിസി ഫോമുകൾ സൈൻ ചെയ്യണം. ഇതിനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നൊക്കെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. Next, patients who leave the hospital against medical advice are to be explained on the consequences of LAMA and signature to be obtained LAMA form in patient record. LAMA എന്ന് പറഞ്ഞാല് leaving against medical advice. Leaving against medical advice. Patients മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് അവിടെ നിന്ന് പോവുകയാണ്, ലീവ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ കുറിച്ച് അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസസ് അല്ലെ എന്താണ്? അനന്തരഫലങ്ങൾ. കോൺസിക്വൻസസ് അനന്തരഫലങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക, വിശദീകരിക്കുക. കൂടാതെ എന്താണ്? എല്ലാ പേഷ്യൻസ് എവിടെയുള്ള പേഷ്യൻസിനെയാണ്?
ഒന്നാണ് എഗെയിൻസ്റ്റ് മെഡിക്കൽ LAMA ലിവിംഗ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഉണ്ട്. DAMA ഉണ്ട്, ദാമ ഉണ്ട്. ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതേപോലെ DAMA ഉണ്ട്, ദാമ, ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, ഈ ഇൻപേഷ്യൻസിനെ ആയിരിക്കും അല്ലെ ഡിസ്ചാർജ് വാങ്ങുന്നത്. ഇൻപേഷ്യൻസ് അല്ലേ, അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസ് ആണ് അല്ലെ ഡിസ്ചാർജ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, LAM സിഗ്നേച്ചർ ടു ബി ഒബ്റ്റെയിൻ ഇൻ ലാമ ഫോം ഇൻ ദി ഇൻപേഷ്യന്റ് റെക്കോർഡ്. ഇൻപേഷ്യന്റ് റെക്കോർഡുകളിലെ ലാമ ഫോം, അതിലുള്ള ലാമ ഫോമിൽ ഇവരെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങുകയും ചെയ്യുക. Next, a patient who comes to casualty, take treatment and leave hospital with 10th. Okay, patients who leave hospital against medical advice. എന്താണ് പേഷ്യൻസ് മെഡിക്കൽ അഡ്വൈസിനെതിരായിട്ട് അവര് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഡിസ്ചാർജ് വാങ്ങി പോവുകയാണെങ്കിൽ അവർക്ക് എന്ത് പറഞ്ഞു അതുകൊണ്ടുണ്ടാകുന്ന അനന്തരഫലങ്ങൾ, ലിവിംഗ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കൊണ്ടുണ്ടാകുന്ന അനന്തരഫലങ്ങളെ കുറിച്ച് വിശദമാക്കി കൊടുക്കുക. കൂടാതെ LAMA ഫോം, മിസ് ആദ്യം കാണിച്ചെന്നില്ലേ AMA ഫോം എന്ന് പറഞ്ഞിട്ട്, AMA ഫോം കണ്ടെയ്ൻസ് അല്ലേ, അങ്ങനെയുള്ള ഫോമില് അവരെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങി ഇൻപേഷ്യന്റ് റെക്കോർഡുകളിൽ സൂക്ഷിക്കുക. ക്ലിയർ ആയോ? അവരെ റെക്കോർഡിൽ സൂക്ഷിച്ചു വെക്കുക. നെക്സ്റ്റ്, a patient who comes to casualty. പേഷ്യൻസ് കാഷ്വാലിറ്റിയിലേക്കാണ് വരുന്നത്. Take treatment and leave hospital with the CMO concern as OP consultation are given prescription based on patient's condition. പേഷ്യൻസ് ചിലപ്പോ എന്താണ് എന്തെങ്കിലും പെട്ടെന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വരാം അല്ലെ, എമർജൻസി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവരെവിടെയാണ് കാണിക്കുന്നത്, കാഷ്വാലിറ്റിയിൽ അല്ലെ. അപ്പൊ കാഷ്വാലിറ്റിയിൽ കാണിച്ച് അവിടെ നിന്നാണ് അവർ ട്രീറ്റ്മെന്റ് സ്വീകരിച്ചത്. അപ്പൊ ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും അവിടെ നിന്ന് പോകുന്നത്, CMO കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ആ പേഷ്യൻസ് അവിടെ നിന്ന് ലെഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുന്നത് ആരാ, OPയിലെ ഫിസിഷ്യൻ ആയിരിക്കും, OPയിലുള്ള ഡോക്ടർ ആയിരിക്കും അവർക്ക് വേണ്ട മരുന്നുകൾ എഴുതി കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് OPയിൽ ഏത് ഡോക്ടറാണോ അപ്പൊ കൺസൾട്ടേഷൻ ഉള്ളത് ആ ഡോക്ടർ ആയിരിക്കും അവർ മരുന്നുകൾ എഴുതി കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. Next, the hospital administration must make sure that every hospital has an organized discharge planning and that can increase patient satisfaction. എന്താണ് the hospital administration, hospital administration എന്ത് ഉറപ്പ് വരുത്തണം, every hospital has an organized discharge planning. ഓരോ ഹോസ്പിറ്റലും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഡിസ്ചാർജ് പ്രോസസ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. വേണ്ടേ? എന്തിനു വേണ്ടിയിട്ടാണ്? ആൻഡ് ദാറ്റ് ക്യാൻ ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ. ഇത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി വർദ്ധിപ്പിക്കുന്നു അല്ലെ. അങ്ങനെയല്ലേ? നമ്മവിടെ ഒരുപാട് ഡിസ്ചാർജ് ചെയ്തിട്ട് ബില്ലാവാൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാം, നമുക്ക് മരുന്നുകൾ കിട്ടാൻ വെയിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊന്നും വേണ്ട ബില്ലുകൾ കിട്ടാൻ ലേറ്റ് ആവൊക്കെ ചെയ്താൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണോ? നമുക്ക് ഇഷ്ടാവോ അത്? നമ്മ ഒരുപാട് നേരം വെയിറ്റ് ചെയ്താലില്ല അല്ലെ. അപ്പൊ എന്താണ് ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ ഒരു നല്ല രീതിയിലുള്ള ഒരു ഓർഗനൈസ്ഡ് രീതിയിലുള്ള ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ടാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, തൃപ്തി ഉറപ്പാക്കുന്നതിന് വേണ്ടി. ഇപ്പൊ നമ്മൾ ചില പേഷ്യൻസ് എങ്ങനെയായിരിക്കും ബിൽ സെറ്റിൽമെന്റ് നടത്തുന്നത്? തേർഡ് പാർട്ടി ഇതായിരിക്കും അല്ലെ, ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ വെച്ചായിരിക്കുമല്ലോ. അപ്പൊ അതിനുള്ള പ്രൊസീജിയർ ഒക്കെ ആദ്യം തന്നെ നടത്തണം അല്ലെ. പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് തന്നെ അവര് പേപ്പർ വർക്കുകളൊക്കെ ചെയ്യണ്ടേ?
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഒരുപാട് ബില്ലിംഗ് പ്രൊസീജിയറിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ എന്താണ്, ഒരു ഓർഗനൈസ്ഡ് രീതിയിൽ തന്നെ ആയിരിക്കണം. ക്ലിയർ ആയോ? 10th പോയിന്റ്. 10th പോയിന്റ് എന്ന് പറഞ്ഞാല് LAMA എന്ന് പറഞ്ഞാല് ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അത് ക്ലിയർ ആയോ? മെഡിക്കൽ അഡ്വൈസറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ പേഷ്യൻസ് സ്വന്തം റിസ്കില് ലീവ് ചെയ്തു പോകുക, അവിടെ നിന്ന് പോവുക, ഡിസ്ചാർജ് വാങ്ങി പോകുക. അപ്പൊ ആ സമയത്ത് എന്ത് പറഞ്ഞു കൊടുക്കണം? അവർക്ക് അങ്ങനെ ഡിസ്ചാർജ് ചെയ്തു പോയാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ്, അനന്തരഫലങ്ങൾ അല്ലെ. ചിലപ്പോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ എന്താണ്, ചിലപ്പോ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് മരണം സംഭവിക്കാം അല്ലെ, അല്ലെങ്കിൽ അവരെ ഹെൽത്ത് കണ്ടീഷൻ മോശമാവാം അല്ലെ, ആണോ? അപ്പൊ അങ്ങനെ ആ ലിവിങ് അഗെയിൻസ്റ്റ് ലാമ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. കൂടാതെ എന്ത് ചെയ്യുക? അവരെ കൊണ്ട് ആ ഫോമില്, ലാമ ഫോമില് സൈൻ ചെയ്ത് വാങ്ങി സൂക്ഷിക്കുക, ഇൻപേഷ്യന്റ് റെക്കോർഡില് സൂക്ഷിക്കുക. ക്ലിയർ ആയോ? മിസ് എന്നെടുത്തത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ. Thank you, ma'am.